ഇപ്പോൾ ഒരു ചിത്രത്തിൻ്റെ കാര്യം ഇവിടെ വന്നിരിക്കുന്നു. ഒരു ചിത്രം അത് കാണിക്കാൻ പറ്റുന്നില്ല തിയേറ്ററുകളിൽ. തിയേറ്റർ ഉടമകൾക്ക് പേടി. അതിനകത്ത് 32,000 പേര് ഇവിടുന്ന് ICCൽ പോയെന്നും പറഞ്ഞ് ടീസറിലൊരു സംഗതി വന്നിരുന്നു. ഈ ടീസറിനകത്ത് 32,000 കൊടുത്തത് ഒരു ബെയ്റ്റായിട്ടാണ്, ഒരു ഇരയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാവരും കൂടെ ബഹളം ഉണ്ടാക്കുക. 32,000 അതെന്താണ് 32,000 എവിടെയാണ് കൊണ്ടുപോകാൻ ലിസ്റ്റ്, 10 കോടി 100 കോടി എക്സ്പെക്റ്റഡ് ലൈൻസിൽ കുറച്ച് ബഹളം ഉണ്ടാക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെ മേക്കേഴ്സ് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 32,000 എന്ന് പറയുമ്പോൾ ആരെയും നെറ്റ് ചുളിയുമല്ലോ. പക്ഷേ അത് ആ പടത്തിലുണ്ടാവില്ല എന്ന് എനിക്ക് അന്ന് ഉറപ്പായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പടത്തിൽ അങ്ങനെ ഒരു ക്ലെയിം ഉണ്ടെങ്കിൽ ആ സെൻസർ ബോർഡ് ചോദിക്കും, നിങ്ങൾ എവിടെ നിന്നാണ് ഈ 32,000 എന്ന് പറയുന്നത് ചോദിക്കും. അവർ എഡിറ്റ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ സെൻസർ ബോർഡിൻ്റെ എഡിറ്റ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നതിനകത്ത് ഈ 32,000 സംബന്ധിച്ചൊന്നുമില്ല. അപ്പോൾ ടീസറിനകത്ത് ഇട്ട ഒരു സാധനമാണ്. അത് വെച്ച് വിവാദം ഉണ്ടായി, പടം ശ്രദ്ധിക്കപ്പെട്ടു, എന്നിട്ട് അവർ ടീസർ ക്യാൻസൽ ചെയ്തു. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ കോടതി പറഞ്ഞു പടം കണ്ടു നോക്കൂ. ഇപ്പോൾ പറയുന്നത് പടം കാണാൻ പറ്റില്ല. കോടതി വിധി ഞങ്ങൾ അംഗീകരിച്ചു, പക്ഷേ പടത്തിന് ആരും അങ്ങനെ പോവില്ല, പടം ആരും അങ്ങനെ കാണിക്കില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഇത് വേറെ എവിടെയുണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ? തല്ലിപ്പൊളി പടമായിരിക്കും, എനിക്കറിയില്ല, പടത്തിൻ്റെ ക്വാളിറ്റി ഒന്നും അറിയില്ല. പക്ഷേ ഏത് പടം വന്നോട്ടെ, ഇനി ഇപ്പോൾ എന്തൊരു കാക്കക്കുളിയോ അങ്ങനെ ഒരു സാധനം വന്നിരിക്കുന്നു, കക്കുകളി കാണിക്കണം, ഇതെല്ലാം കാണിക്കണം. എന്താണ് പ്രശ്നം? ഒരു സിനിമയായിട്ടും ഒരു ചരിത്രമായിട്ടും ഒരു കഥയായിട്ട് കാണണം. ഇതൊന്നും സഹിക്കാൻ പറ്റാത്തൊരു സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മൾ. ആശയപ്രകാശനം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് അനുകൂലമാണോ? അതിന് ഞങ്ങൾ അനുകൂലമാണ്, ഞങ്ങൾ മൊത്തം അനുകൂലമാണ്. പിന്നെ ഈ പടം പാടില്ല. അതിൽ പണ്ടില്ല റിസർവ് നോട്ട് നിരോധനത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരാളോട് ചോദിച്ചോണെന്ന് പറഞ്ഞു, നോട്ട് നിരോധനം അത് ഭയങ്കര മോശം പരിപാടി, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് വളരെ നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ ഒരു രീതിയുണ്ട്. അതേപോലെയാണിത്. ആവിഷ്കാര സ്വാതന്ത്ര്യം പിന്നെ ഞങ്ങൾ അതിൻ്റെ ആളാണ്, വേണം കേന്ദ്രം നിരോധിക്കട്ടെ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ആളുകൾ ഒരിക്കലും കേന്ദ്രം നിരോധിക്കട്ടെ എന്ന് പോലും പറയാൻ പാടില്ല. കേന്ദ്രം നിരോധിക്കരുത് എന്നാണ് പറയേണ്ടത്. ഇതിപ്പോൾ ആദ്യം ഒരാൾ ചാടി വീഴുന്ന അറിയാം. ഞാൻ ചാടി വീണാൽ 5 മിനിറ്റ് വൈകി കഴിഞ്ഞാൽ മറ്റൊന്നും അടിച്ചുകൊണ്ട് പോകുമോ ട്രോഫി എന്നുള്ള രീതിയിലാണ് ചാടി വീഴുന്നത്. ആദ്യം അത് നോക്കി ആരാണ് ആദ്യം ആരെങ്കിലും ചാടിക്കോ. ജസ്റ്റ് ഒരു പ്രമേയം നിയമസഭ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പ്രമേയം കൂടെ പോകേണ്ടതാണ് ഐക്യരാഷ്ട്രസഭയിലേക്ക്. അപ്പോൾ ഇവിടെ എന്താണ് അവസ്ഥ? ബാറ്റിംഗ് ഫോർ കമ്മ്യൂണിറ്റീസ്, എന്നിട്ട് വലിയ രാഷ്ട്രീയമാണെന്ന് പറയുന്നത്. ഇതിനല്ലേ നമ്മൾ വർഗീയത എന്ന് പറയുന്നത്. ഒരു വർഗത്തിന് വേണ്ടി, ഒരു മതത്തിന് വേണ്ടി നിങ്ങൾ ബാറ്റ് ചെയ്യുന്നതിനെയാണ് വർഗീയത എന്ന് പറയുന്നത്, രാഷ്ട്രീയപരമായിട്ട് അതിൻ്റെ കൂടെ നിൽക്കുന്നു. ഒരിക്കലും നമ്മൾ ഈ ബഹുസ്വര സമൂഹങ്ങളിലെ മത്സരങ്ങൾ നിലനിൽക്കുമ്പം, മതങ്ങൾ തമ്മിൽ അടിക്കുമ്പം, മതവിശ്വാസികൾ തമ്മിൽ സ്പർദ്ധ ഉണ്ടാകുമ്പം അതിനനുകൂലമായിട്ടും ഏതെങ്കിലും സൈഡ് പിടിച്ച് ഒരു രീതിയിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പാടില്ല. അത് പരമാവധി വർഗീയതയാണ്. നിങ്ങളെന്താ ചെയ്യുന്നത്? നിങ്ങൾ ഒരു മതത്തെ ഏതെങ്കിലും എക്സോ ഹിന്ദുവോ മുസ്ലിമോ അവരെ സഹായിച്ചുകൊണ്ട് പ്രസ്ഥാനം നടത്തുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നേട്ടം ഉണ്ടാവുമെന്ന് കരുതിയാണ് നിങ്ങൾ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത്? നിങ്ങൾ എന്ത് മതേതരമാണത്? മതേതരമാണെങ്കിൽ അങ്ങനെ അല്ലല്ലോ നമ്മൾ ചെയ്യുക. മതേതരമായിട്ട് തന്നെ നമ്മൾ സംസാരിക്കുക. ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അതെ, ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം എങ്ങും എവിടെയും ഒരിടത്തും ഒരു കാലത്തും ഒരു സമയത്തും അബ്സല്യൂട്ട് അല്ല. അങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പം നമ്മൾ അതിൻ്റെ അനുസരിച്ച് തന്നെയാണ് നോക്കുന്നത്. ഡോസ് മേക്സ് പോയിസൺ എന്ന് പറയുന്നതാണ്. വെള്ളം വേണം, പ്രാണവായു വേണം, ഓക്സിജൻ വേണം. ഓക്സിജൻ അനിവാര്യമാണ്. പക്ഷേ ഓക്സിജൻ കൂടിക്കഴിഞ്ഞാൽ അത് ടോക്സിക് അല്ലേ? അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ ആ അർത്ഥത്തിലേ ഉള്ളൂ. ഒരാളെ മറ്റൊരാളെ ഈ പറഞ്ഞോണം ടോക്സിക് ആയിട്ട് വരുന്ന ഹെയ്റ്റ് സ്പീച്ചിലേക്ക് വരുന്നത് അംഗീകരിക്കില്ല, അതൊരു രാജ്യം അംഗീകരിക്കില്ല. പക്ഷേ ഇതങ്ങനെ വരുന്നില്ല. ഇതൊരു സിനിമയല്ലേ? ഇതൊരു സിനിമ, ഒരു കഥ പറയുന്നു. ഇത് ഫാക്റ്റല്ല, ഡോക്യുമെൻ്ററി അല്ല, ചരിത്രരേഖയല്ല, ഗവൺമെൻറ് ഉത്തരവല്ല, ഒരു സിനിമ. ആ സിനിമയിൽ ഇങ്ങനെ അവതരിപ്പിക്കുന്നു. ഇത് ഈ സിനിമയിൽ മാത്രമല്ല, ഓരോ സിനിമയിലും ഓരോന്ന് വരുമ്പം മതത്തെ മാത്രം പ്രശ്നമാണെന്ന് പറഞ്ഞാണല്ലോ ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പം ഈ സിനിമയ്ക്കകത്ത് എന്താണ് പ്രശ്നമെന്ന് ഈ സിനിമ കണ്ടിട്ടല്ല പറയാൻ പറ്റും. ശരിക്കും കാണുന്നതിന് മുന്നേ എങ്ങനെയാണ് നമ്മളിത് പറയുന്നത്? ഈ 3200 എന്നുള്ള സാധനം മാറ്റി, ഓക്കെ, അതവർ ടീസറായിട്ട് ഉപയോഗിച്ചാണ്, ബെയ്റ്റായിട്ട് ഉപയോഗിച്ചാണ്. ഇനി ഈ സിനിമ ഇറങ്ങിയിട്ട് ഇതേപോലെ നിങ്ങൾ ഈ പറയുന്നോണം എന്തെങ്കിലും ഹെയ്റ്റ് സ്പീച്ചോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളുണ്ടാകുന്ന ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓക്കെ, റൈറ്റ്, അത് നിരോധിക്കാന്ന് പറഞ്ഞാൽ ശരിയാണ്. പക്ഷെ അതിനൊരു അവസരം കൊടുക്കണ്ടേ? പടത്തിൻ്റെ പേരെഴുതി കാണിക്കുമ്പോഴേ നമ്മൾ ഈ ബഹളം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്? ഈ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ ഉള്ള ആളുകളെ അപമാനിച്ചു എന്നാണ് വേറൊരു ആരോപണം. അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിലുള്ള PFIയും ടീമുകളൊക്കെ എന്തിനാണ് ബഹളം ഉണ്ടാക്കുന്നത്? അത് കേരളത്തെ ആക്ഷേപിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്നായിരിക്കും. അതൊന്നും അല്ല കാര്യം. കേരളമൊക്കെ അങ്ങ് എടുത്തിട്ട് എന്തോ കേരളത്തെ അപമാനിക്കുക. ഇത് ആക്ച്വലി ഇത് മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന ചിത്രങ്ങളുടെ കാര്യത്തിൽ എനിക്ക് പറഞ്ഞുള്ളൂ. ഇപ്പോൾ വാരിയം കുന്നത്ത് വരട്ടെ, കാണണം, എല്ലാവരും കാണണം. പറന്ന് വരുന്നു, അടിക്കുന്നു അദ്ദേഹം, 10 പേരെ കൊല്ലുന്നു, കണ്ടുകൊണ്ടിരിക്കുക. നമുക്ക് തന്നെ പ്രശ്നം.
ഒരു ഈ കലയുടെ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം എന്നറിയോ, നമുക്ക് സാധാരണ ജീവിതത്തിൽ പറയാനോ ചെയ്യാനോ ഒന്നും കഴിയാത്ത കാര്യങ്ങൾ നമ്മൾ കലാപരമായിട്ട് പുറത്തു വിടുമ്പോൾ അതൊരു റിലീസാണ്, അതൊരു വെന്റിലേഷനാണ്. അതിലൂടെ കലാകാരനൊരു സംതൃപ്തിയുണ്ട്, കാണുന്നവർക്കൊരു സംതൃപ്തിയുണ്ട്. നിങ്ങളുടെ കൗമാര സ്വപ്നങ്ങൾ, റൊമാൻറ്റിക് സ്വപ്നങ്ങൾ, ഇതൊക്കെ കലയിലൂടെ മാത്രമേ നമുക്കൊന്ന് ആവിഷ്കരിച്ച് കാണാനും നമുക്ക് പുറത്തുവിടാനും മറ്റവർക്ക് കാണാനും പറ്റുള്ളൂ. അതുകൊണ്ടാണല്ലോ ആ ഒരു പാരസ്പര്യത്തിൻ്റെ പേരിലാണല്ലോ നമ്മൾ ഈ ലവ് സ്റ്റോറിയൊക്കെ പോയി കാണുന്നത്. നമ്മളെ കൊണ്ടോ സാധിക്കുന്നില്ല. ഒരു എസ്കേപ്പ് കൂടിയാണ് ഒരു ജീവിതത്തിൻ്റെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കലാകാരൻ്റെ പ്രപഞ്ചം. അവനൊരാളോട് മുഖത്ത് നോക്കി പറയാൻ കഴിയാത്ത അവനെ 5 പേര് എഴുതി മറിക്കാൻ പറ്റും. അവൻ്റെ നായികയെ കൊണ്ട് സംസാരിക്കാൻ, നായകനെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റും. നിത്യജീവിതത്തിൽ ഒന്നും ചെയ്യാൻ എഴുന്നേറ്റിരിക്കാൻ വയ്യാത്തതിന് വേണമെങ്കിൽ പറന്നടിക്കാൻ പറ്റും സിനിമയിൽ. അതൊരു മറ്റൊരു ലോകത്തിലേക്ക് നമുക്കൊരു സ്വാതന്ത്ര്യമാണ്. നമുക്ക് ഇവിടെ ഒരുപാട് കൺസ്ട്രെയിൻ്റാണ്. ഞാൻ ഇവിടെ നിന്നിരിക്കുമ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ ഓരോ വാക്കുകളും എനിക്ക് എഡിറ്റ് ചെയ്യേണ്ടി വന്നു, എനിക്ക് ചിന്തിക്കേണ്ടി വരുന്നു, പിടുത്തമുണ്ട്. പക്ഷേ ഒരു കലാകാരനായിട്ട് ഇന്ന് ഞാനൊരു റോൾ അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതല്ല കഥാപാത്രത്തിൻ്റെ പേരിലേ പോകത്തുള്ളൂ. എനിക്കൊരു കീരിക്കാടനാവാൻ പറ്റും. കലാകാരൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ആളുകൾക്കൊരു ധാരണയില്ലാത്തതുകൊണ്ടാണ്. അവന് ആകെ കിട്ടുന്ന ഒരു ഇതെന്ന് പറയുന്നത് അവൻ എഴുതുമ്പോഴും അവൻ പറയുമ്പോഴും അവൻ അഭിനയിക്കുമ്പോഴും ഒക്കെയാണ്. അവിടെയാണ് നിങ്ങൾ കയറി പിടിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. മുഴുവൻ പീനൽ കോഡും കോൺസ്റ്റിറ്റ്യൂഷനും പഞ്ചായത്തിലെ പഞ്ചായത്തും പാർട്ടി നിയമവും കുടുംബശ്രീയിലെ നിയമവും എല്ലാം ഉണ്ട്. ഇവിടെയെങ്കിലും ഈ നിയമങ്ങളിൽ നിന്നും ഈ നിർബന്ധങ്ങളിൽ നിന്നും ഒക്കെ അവനെ ഒന്ന് വെറുതെ വിട്ടുകൂടി, അവൻ ആവിഷ്കരിക്കട്ടെ. അതിൽ കാണാൻ പോകുന്നത് ഇന്ന പടം കാണാൻ പാടില്ല. സെൻസസ് സർട്ടിഫിക്കറ്റിന് തന്നെ എതിരാണ് ഞാൻ സത്യത്തിൽ. എന്തിനാണ് സെൻസസ് സർട്ടിഫിക്കറ്റ്? ആളുകൾ കാണട്ടെ. ഈ സെൻസസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ കുറേ നിയമങ്ങളിലൂടെ വെച്ച് നോക്കുകയാണ്. വയലൻസ്, അതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലൻസ് കാണിക്കാൻ പാടില്ല, കുട്ടികൾക്ക് ഇത് വരും, ഇത് അങ്ങനെയൊക്കെയുള്ള കേസാണ് കൂടുതൽ. പുകവലി, മദ്യപാനം, അതിൻ്റെ കൂടെ ഇതെല്ലാം പുകവലിക്കാരും മദ്യപാനം എല്ലാം ശ്രമിച്ചാൽ പോലും അതങ്ങ് നീക്കം ചെയ്താൽ മതിയെന്ന് വെക്കാം. പക്ഷേ ഇതാണ് ഏറ്റവും പറ്റാതെ. അവിടെയും മതം ഒരു വലിയൊരു പ്രശ്നമായിട്ട് വരികയാണ്.